സൺഡേ ആയിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. ബിഗ് ബനിയൻ ട്രീ കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. കർണാടകയുടെ ദൊഡ്ഡാൽമര. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഞങ്ങൾ സ്കൂട്ടി എടുത്താണ് വന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കുറവായതുകൊണ്ട് തന്നെ യാത്ര സൂപ്പറായിരുന്നു. അല്ലെങ്കിലും കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ആ നേച്ചറിൻ്റെ ബ്യൂട്ടിയിൽ മതിമറന്നിരുന്നു പോകും. ഏട്ടൻ പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പുറത്തു പോയിരുന്ന് പൊതിച്ചോറ് കഴിക്കണം എന്നൊരാശ. പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിലിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഒരു പൊതിച്ചോറ് പാർസൽ ചെയ്തെടുത്തു. നമ്മളിവിടെ എത്തിയപ്പോഴേക്കേ സമയം 1 മണിയായിട്ടുണ്ട്. ഇനി ഈ പൊതിച്ചോറ് എവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം ചുറ്റിക്കറങ്ങിയെങ്കിലും അവസാനം നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. നല്ല കാറ്റ്, എത്ര സമയം വേണമെങ്കിലും ആ തണൽ മരത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കാം. ഇതൊരു വിജനമായ പ്രദേശമാണ്. മനുഷ്യനൊന്നും കാണാനില്ല. ഇടയ്ക്ക് 1-2 വണ്ടികൾ മാത്രം പോകുന്നുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ അടുത്ത ഊരെത്താം. ഊര് മീൻസ് വില്ലേജ്. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് കത്തിയൊക്കെ വെച്ച് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് ഒരു പറ്റം പശുക്കൾ അങ്ങനെ മേഞ്ഞ് വരുന്നത്. ആമിമോള് നല്ല ധൈര്യമായിട്ട് തന്നെ ഇരിക്കണ്ടേ. പശു വളരെ അടുത്തുകൂടെ പോകുന്നത്. ആദിക്ക് കുറച്ച് പേടിയുണ്ട് തോന്നുന്നു. ആള് കാലൊക്കെ എടുത്ത് മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ഉച്ച സമയത്ത് ഈ പശുക്കളെയൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കാം. ഇവിടങ്ങളിലൊക്കെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ കൃഷിയും കന്നുകാലി വളർത്തലും തന്നെയാണ്. പശു അതിൻ്റെ ഫുഡ് കഴിക്കാൻ പോയ സ്ഥിതിക്ക് നമുക്കിനി നമ്മുടെ ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ബിഗ് ബനിയൻ ട്രീ കാണാൻ പോയേ. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.